കായമ്മ, വെള്ളി, ബാലൻ, സോമൻ ഇവരൊക്കെ ഞങ്ങൾ അയൽവാസികളായിരുന്നു. ആൽബത്തിലുള്ള ഏകദേശം ഫോട്ടോസും 1990 മുമ്പുള്ളതാണ്. ആൽബത്തിലുള്ള ഓരോ ഫോട്ടോസ് എടുത്തിട്ട് ഓരോരുത്തരെയും പരിചയപ്പെടുത്തി നമ്മൾ അമ്മച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഞാൻ നമ്മളെ ചാച്ചന്റെ അമ്മച്ചിന്റെ അടുത്തേക്ക് പോയത് ഇനി അമ്മച്ചിനെ ഒന്ന് കാണാൻ വേണ്ടി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി പിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിടി എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടാ മതി, പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അമ്മച്ചിനോട് പറഞ്ഞത് ക്രിസ്ത്യൻസ് മഴക്കാലത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഭക്ഷണമാണ്. എന്തായാലും ഇടയ്ക്ക് അമ്മച്ചിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പഴയ ഓർമ്മകൾ ഇങ്ങനെ പറയും കേട്ടോ. പണ്ട് അമ്മച്ചി ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു താമസം. ചാച്ചനെ അമ്മച്ചിനെ ഇപ്പൊ കാണുന്ന നോക്കണ്ട, പഞ്ചായത്ത് രാജ് സിസ്റ്റം വരുന്നതിന് മുന്നേ മെമ്പർമാരായ ആൾക്കാരാണ്. ഏകദേശം 17-18 കൊല്ലം തുടർച്ചയായിട്ട് ഇതുവരെ നമ്മളെ നാട്ടിലെ ആൾക്കാർ തെരഞ്ഞെടുത്തത്. അമ്മച്ചി അപ്പ എന്നോട് പറഞ്ഞു, അവിടെ നിൽക്ക്, പഴയ ആൽബത്തിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കാണിച്ചു തരാന്ന്. എപ്പോൾ പോയി കഴിഞ്ഞാലും അമ്മച്ചി ഇങ്ങനെ ആൽബത്തിലെ ഓരോ ഫോട്ടോസ് എടുത്ത് നമ്മളെ വല്യമ്മച്ചിന്റെയും വല്യാച്ചിന്റെയും പഴയ ആൽബത്തിലെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരും. ആക്കണം അത് നോക്കുമ്പോൾ എൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ എടുക്കും. പക്ഷേ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ 17 കൊല്ലോ 18 കൊല്ലം ഒന്നും മെമ്പറായിരുന്ന ആൾക്കാരൊന്നും ഉണ്ടോന്ന് കൂടി എനിക്കറിയില്ല കേട്ടോ. ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പാണ്. ഇന്നിപ്പോ ഒരു പഞ്ചായത്ത് മെമ്പറും കൂടി ആവേണ്ട ആവശ്യമില്ല ഒരു MLA ആവാനൊന്നും. എത്താലേ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടിപിടി ഉണ്ടാക്കിയ ആള്, ഏറ്റവും കൂടുതൽ കൈയും കാലും ഒടിഞ്ഞ ആള്, അങ്ങനത്തെവർക്കൊക്കെ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് സീറ്റുള്ളൂ. എന്തായാലേ 4:30 അമ്മച്ചിന്റെ പുറക്കെത്തി ഞാൻ തിരിച്ചു പോകണപ്പോൾ അറിയാം 6:30 ഉണ്ടാവും. അമ്മച്ചി പറഞ്ഞു, എന്തായാലും പിടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലാതെ പോകാൻ പറ്റൂല, വീട്ടിൽ ഉമ്മക്കും പൊക്കെ എന്തായാലും കൊടുക്കണം. അപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കണം വിചാരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കാൻ ആരുമില്ല. സാധാ അരിപ്പൊടി ഉണ്ടാക്കി പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ ആ ഉണ്ടെടുത്ത് നേരെ വെള്ളത്തിലേക്ക് ഇട്ട് ജീരകവും കാര്യങ്ങളൊക്കെ ഇട്ട് എന്തൊക്കെ സെറ്റപ്പ് ആക്കുകയാണ്. അങ്ങനെ എന്തായാലും പോണേക്ക് അമ്മച്ചി നമുക്ക് പഴം തന്നിട്ടാ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കണില്ല. ചാച്ചൻ എന്തായാലും നിർബന്ധം. അങ്ങനെ നമ്മളെത്തായാലും നേരെ സാധനമൊക്കെ വാങ്ങിയിട്ട് പുരക്ക് വിട്ടു.